2026 വിഷുപ്പുലരി പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കുള്ള മനോഹരമായ കാൽവെപ്പാണ്. പുനർവസു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെളിച്ചത്തിലേക്കുള്ള മടക്കം അഥവാ വീണ്ടും വസിക്കുക എന്നാണ്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും തടസ്സങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്കും നിങ്ങൾ നടന്നു കയറുന്ന ഒരു സന്ധ്യാസമയത്താണ് ഈ വിഷു വന്നെത്തുന്നത്. ഓട്ടുരുളിയിൽ നിരത്തിവെച്ച കണിവെള്ളരിയും വാൽക്കണ്ണാടിയും സ്വർണ്ണ നിറത്തിൽ പൂത്തുലങ്ങി നിൽക്കുന്ന കണിക്കുന്നയും നിലവിളക്കിന്റെ പ്രഭയും ദർശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറയുന്നത് നിങ്ങൾക്ക് തന്നെ ഈ വിഷുക്കാലത്ത് അനുഭവിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പല പുണർദം നക്ഷത്രക്കാരും വ്യക്തിപരമായോ തൊഴിൽപരമായോ ഒരു തരം നിശ്ചലാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. ചെയ്തു വന്ന കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ, വീടിനുള്ളിലെ ചെറിയ അസ്വസ്ഥതകൾ, സാമ്പത്തികമായ മന്ദത എന്നിവ നിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടാകാം. എന്നാൽ 2026 വിഷുക്കണി കാണുന്നതോടെ നിങ്ങളുടെ ചിന്താഗതികളിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കുമെന്നാണ് കാലം സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷിയുടെ ചിറകടി പോലെയാണ് ഈ വിഷുക്കാലം നിങ്ങളിലേക്ക് വരുന്നത്. പഴയ കാലത്തെ നിരാശകളെയും പരാജയങ്ങളെയും ഒരു കരിന്തിരി പോലെ അണച്ചുകളഞ്ഞ് പുത്തനൊരു ഉണർവോടെ ജ്വലിച്ചു തുടങ്ങാനുള്ള സമയമാണിത്. മലയാളിയുടെ ജീവിതത്തിൽ വിഷു എന്നത് കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. വിത്തുപാകാനും വിളവെടുക്കാനുമുള്ള ഒരു കൃത്യമായ ഇടവേള. പുണർദം നക്ഷത്രക്കാർക്കും ഒരു വിത്തുപാകലിന്റെ സമയമായിരിക്കും ഇത്. നിങ്ങൾ ഇതുവരെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ, പുതിയ ബിസിനസ് ആശയങ്ങൾ, പഠനകാര്യങ്ങൾ എന്നിവയിലെല്ലാം പ്രായോഗികമായ ചുവടുകൾ വെക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിഷു കൈനീട്ടം എന്നത് കേവലം കൈമാറപ്പെടുന്ന നാണയത്തുട്ടുകളല്ല, മറിച്ച് മുതിർന്നവർ നൽകുന്ന അനുഗ്രഹവും പ്രപഞ്ചം നൽകുന്ന ഐശ്വര്യവുമാണ്. ഈ വർഷം ലഭിക്കുന്ന കൈനീട്ടം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ തുടക്കമായിരിക്കും. നക്ഷത്രനാഥനായ വ്യാഴത്തിന്റെ കരുണയും ശ്രീരാമന്റെ ജന്മനക്ഷത്രമെന്ന പുണ്യവും പേറുന്ന നിങ്ങൾക്ക് ഈ വിഷുക്കാലം നൽകുന്നത് വൈകാരികമായ സുരക്ഷിതത്വമാണ്. വീടിന്റെ ഉമ്മറത്ത് പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയെ പോലെ നിങ്ങളുടെ ജീവിതം ഈ വർഷം ശോഭയോടെയിരിക്കും. പുണർദം നക്ഷത്രക്കാർ പൊതുവെ അല്പം ആകുലതകൾ ഉള്ളവരാണ്. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന, കുടുംബത്തിനു വേണ്ടി ഉരുകിത്തീരുന്ന സ്വഭാവം നിങ്ങളിൽ പലർക്കുമുണ്ട്. എന്നാൽ ഈ വിഷു മുതൽ നിങ്ങൾ സ്വയം സ്നേഹിക്കാനും സ്വന്തം കഴിവിൽ വിശ്വസിക്കാനും തുടങ്ങണം. കണി കണ്ട് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കണം. ഈ വീഡിയോയിലൂടെ നാം കടന്നു പോകുമ്പോൾ 2026 വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. സാമ്പത്തിക മേഖലയിലെ കുതിച്ചുചാട്ടവും തടസ്സപ്പെട്ട് കിടന്ന തൊഴിൽ മേഖലയിലെ വിജയങ്ങളും ശിഥിലമായി പോയ ബന്ധങ്ങളുടെ ഇഴയെടുപ്പവും ആത്മീയതയിലൂടെ ലഭിക്കുന്ന മനഃശാന്തിയുമെല്ലാം ഈ പ്രവചനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന കാലമായിരിക്കട്ടെ. 2026 വിഷുക്കാലം നിങ്ങളെ പുതിയൊരു പുലരിയിലേക്ക് കൈപിടിച്ചുയർത്തുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. 2026 വിഷുക്കാലം പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും. വിഷു കൈനീട്ടം എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക നേട്ടത്തിന്റെ പ്രതീകമായി മാറും. കൃഷിയിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉള്ള വരുമാനം വർദ്ധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി വിൽക്കാൻ കഴിയാതെ കിടന്ന വസ്തുക്കൾ ലാഭകരമായി വിൽക്കാൻ സാധിക്കും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും അത് കൈവശം വന്നു ചേരുകയും ചെയ്യും. ഓഹരി വിപണിയിലോ ദീർഘകാല നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് ഈ വർഷം അനുകൂലമാണ്. എന്നാൽ മറ്റൊരാളുടെ വാക്കുകേട്ട് എടുത്തുചാടി വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ വിവേകപൂർണമായ ഇടപെടലുകൾ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്ന സാമ്പത്തിക സാഹചര്യം ഈ വർഷം സംജാതമാകും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിനു വേണ്ടി പുതിയ വാഹനം വാങ്ങാനോ വീട് നവീകരിക്കാനോ ഉള്ള യോഗമുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുമെങ്കിലും അത് നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റം 2026 വിഷുവിന് ശേഷം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണിത്. ജോലിയിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കും. ഇതുവരെ അവഗണിക്കപ്പെട്ടിരുന്ന നിങ്ങളുടെ കഴിവുകൾ ഈ വർഷം പരസ്യമായി അംഗീകരിക്കപ്പെടും. ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. തൊഴിൽ രഹിതരായ പുണർദം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം ആഗ്രഹിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അധ്യാപനം, ബാങ്കിംഗ്, IT, എഴുത്ത്, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങും. വിസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ജൂൺ മാസത്തിന് ശേഷം യാത്രകൾ സാധ്യമാവുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന്റെ കാലമാണ്. പുതിയ പങ്കാളികളെ സ്വീകരിക്കുന്നതിലൂടെ ബിസിനസ് കൂടുതൽ ലാഭകരമാക്കാം. എന്നാൽ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണം. ക്രിയാത്മകമായ ചിന്തകൾ ബിസിനസ്സിൽ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവരും. കുടുംബജീവിതത്തിൽ പെയ്തിരുന്ന കരിമുകിലുകൾ നീങ്ങി തെളിഞ്ഞ ആകാശം തെളിയുന്ന വർഷമാണ് 2026. സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത വരും. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ സാമ്പത്തികമോ മാനസികമോ ആയ പിന്തുണ ലഭിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്താന
സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. വിവാഹപ്രായമെത്തിയ പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷം മംഗല്യയോഗം വളരെ ശക്തമാണ്. അനുയോജ്യമായ ആലോചനകൾ വരികയും വേഗത്തിൽ വിവാഹം നടക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ കുടുംബത്തിന്റെ സമ്മതം ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങളോ മറ്റോ രമ്യമായി പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിഥികളുടെ വരവ് വീടിനെ സന്തോഷഭരിതമാക്കും. കുടുംബത്തിന് പുറത്തും നിങ്ങൾക്ക് വലിയ ആദരവ് ലഭിക്കും. നാട്ടിലെ പൊതുപ്രവർത്തനങ്ങളിലോ സംഘടനകളിലോ സജീവമാകാനും നേതൃസ്ഥാനം വഹിക്കാനും ഈ കാലയളവ് അനുയോജ്യമാണ്. പുണർദം നക്ഷത്രക്കാർ സ്വതവേ ആത്മീയതയോട് ആഭിമുഖ്യമുള്ളവരാണ്. 2026 വിഷു നിങ്ങളിൽ ആത്മീയമായ വലിയൊരു ഉണർവ് നൽകും. മാനസികമായ അശാന്തി അനുഭവിക്കുന്നവർക്ക് ഈ കാലയളവിൽ വലിയ സമാധാനം ലഭിക്കും. ആത്മീയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം തേടാനോ തീർത്ഥയാത്രകൾ നടത്താനോ ഉള്ള അവസരം വരും. ക്ഷേത്ര ദർശനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ വർഷം കൂടുതൽ സജീവമാകും. അന്നദാനമോ വിദ്യാഭ്യാസ സഹായമോ പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും. ഈശ്വരവിശ്വാസം നിങ്ങളുടെ വിജയത്തിന് പ്രധാന പങ്കുവഹിക്കും. മുടങ്ങിക്കിടന്ന വഴിപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. വീടിനുള്ളിൽ ഒരു ആത്മീയ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ഫലങ്ങളാണെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലമാക്കുന്നത് ഗുണകരമാകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉള്ളവർ ഈ വർഷം കൂടുതൽ ശ്രദ്ധിക്കണം. അമിതമായ ചെലവുകൾ ഒഴിവാക്കണം. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യോഗയോ മെഡിറ്റേഷനോ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ദീർഘദൂര യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈവിംഗിൽ അശ്രദ്ധ ഒഴിവാക്കുക. ആവശ്യത്തിന് വിശ്രമം എടുക്കാൻ മറക്കരുത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു ഒരു പുതിയ വെളിച്ചമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടും. ഉന്നത പഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് വലിയ വേദികളിലും അംഗീകാരം ലഭിക്കും. ഈ വിഷുക്കാലത്ത് പുണർദം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. വിഷു ദിവസം പുലർച്ചെ കണി കാണുമ്പോൾ ഈശ്വരനോട് മനമുരുകി പ്രാർത്ഥിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് പുണർദം നക്ഷത്രത്തിന്റെ അധിപനായ ദേവതയുടെ പ്രീതിക്ക് കാരണമാകും. പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് അതീവ ശുഭകരമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പുണർദം നക്ഷത്രത്തിന്റെ വൃക്ഷം മുളയാണ്. പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. ഈ വിഷുവിന് വീട്ടുമുറ്റത്ത് ഒരു ബലവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. 2026 വിഷു പുണർദം നക്ഷത്രക്കാർക്ക് അതിജീവനത്തിന്റെ വെളിച്ചം നൽകുന്ന ഒന്നായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടപ്പാടുകൾ ഒരു അനുഭവമാക്കി കണ്ട് പുതിയ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുകയും ജീവിതം കൂടുതൽ അർത്ഥവത്താകുകയും ചെയ്യും. ഈ വർഷത്തെ വിഷുക്കൈ നീട്ടം കേവലം നാണയത്തുട്ടുകളല്ല, മറിച്ച് ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും വലിയൊരു വാഗ്ദാനമാണ്. പഴയത് ഉപേക്ഷിക്കാനും പുതിയതിന് ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാനും ഈ വിഷുക്കാലം നിങ്ങളെ പ്രാപ്തരാക്കും. മനസാന്നിധ്യത്തോടെയും ഈശ്വര ചിന്തയോടെയും നീങ്ങിയാൽ 2026 വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നായി മാറും. ഏവർക്കും ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ.